Hello, my dear friends. Good day to everyone. Welcome back to Happy Learning Academy, and I'm here, Shweta, along with you. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൂഫി എന്നുള്ള ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സമ്മറിയാണ് കണ്ടത് ബൈ ട്രെവർ നോവ അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫൂഫി എന്നുള്ള ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ്സും അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽ ആൻസേഴ്സും ആണ്. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ദ സെഷൻ. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഈ ഒരു ലെസൺ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് യു ഡു നോട്ട് ഓൺ ദ തിങ് യു ലവ് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ആളുകളും, എല്ലാ വസ്തുക്കളും നമ്മളുടേതാവണം, നമ്മളുടേത് മാത്രമാവണം എന്ന് ശാഠ്യം പിടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഫൂഫി എന്നുള്ള ലെസൺ നമ്മെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫൂഫി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്ഷൻ അല്ല അല്ലെ, മറിച്ച് അതൊരു അനക്ഡോട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഷോർട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ റിയൽ ഈവന്റ് ഓർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി, ഒരു റിയൽ സ്റ്റോറി ആണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ട്രെവർ നോവയുടെ ജീവിതത്തിൽ സംഭവിച്ച, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു അനക്ഡോട്ട് ആണ്. റൈറ്റ്. ഇനി സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടു അല്ലെ, കറുത്ത പൂച്ചകളുള്ള ആളുകൾ വിച്ചസ് ആണ് എന്നുള്ള അല്ലെ, മന്ത്രവാദികളാണ് എന്നുള്ള ഒരു തോന്നൽ പണ്ട് ലൈക്ക് ബ്ലാക്ക് നെയ്ബർഹുഡിൽ ഉണ്ടായിരുന്നു അല്ലെ, ആഫ്രിക്കൻസിനിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതൊരു അന്ധവിശ്വാസമാണ് അല്ലെ. അപ്പൊ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസത്തിനെയാണ്. ഓക്കെ, a belief not based on reason or fact, often about luck. ഓക്കെ, അപ്പം അന്ധവിശ്വാസങ്ങളെ നമ്മൾ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നു. ഇനി നമ്മൾ പറഞ്ഞു പാന്തർ അല്ലെ, പാന്തറിന്റെ അപ്പിയറൻസ് എങ്ങനെയുള്ളതാണ്? സ്ക്രഫി ആണ് എന്ന് പറഞ്ഞു അല്ലെ. അതായത് ഫൂഫിയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഓക്കെ, പക്ഷെ പാന്തർ ആണെങ്കിലോ സ്ക്രഫി ഇൻ അപ്പിയറൻസ് ആയിരുന്നു. അപ്പൊ എന്താണ് സ്ക്രഫി എന്ന് പറഞ്ഞാൽ? ലുക്കിംഗ് മെസ്സി ഓർ അൺടൈഡി. ഓക്കെ, അത്രയൊന്നും വൃത്തിയില്ലാത്ത, മെസ്സി ആയിട്ടുള്ള, അൺഓർഡർലി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സ്ക്രഫി എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഫൂഫിയുടെ ബിഹേവിയർ വാസ് ഡോഡ്ജി എന്ന്. അപ്പൊ ഡോഡ്ജി എന്ന് പറഞ്ഞാൽ എന്താ? ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഡോഡ്ജി ആണ് ഫൂഫിയുടെ ബിഹേവിയർ വാസ് എ കൈൻഡ് ഓഫ് ലൈക്ക് ഹി വാസ് ഡോഡ്ജി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഡോഡ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺറിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡോഡ്ജി എന്ന് പറയാം. ഓക്കെ, നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത രീതിക്കുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അതിനെ ഡോഡ്ജി എന്ന് പറയും. ഇനി സ്കാമ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻ ക്വിക്ക്ലി വിത്ത് സ്മോൾ ലൈറ്റ് സ്റ്റെപ്സ്. ഈ സ്കാമ്പേർഡ് എന്നുള്ള വേർഡ് നമ്മുടെ ചാപ്റ്ററിൽ ഫൂഫി ആ ഒരു 5 feet ടോൾ ആയിട്ടുള്ള അല്ലെ, ആ വോള് ചാടിക്കിടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ചാടിക്കിടക്കുന്ന സമയത്ത് ഈ നമ്മുടെ നരേറ്റർ യൂസ് ചെയ്തിട്ടുള്ള വേർഡാണ് സ്കാമ്പേർഡ് എന്നുള്ളത്. സോ ലൈക്ക് സ്മോൾ ലൈറ്റ് സ്റ്റെപ്സ് ഉപയോഗിച്ച് ഓടുന്നതിനെയാണ്, ധൃതിയിൽ ക്വിക്ക്ലി ഓടുന്നതിനെയാണ് സ്കാമ്പേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫൂഫി ആ വോള് ചാടിക്കിടക്കാനായിട്ട് ആദ്യം ഒന്ന് നല്ലോണം ഉയരത്തിൽ ചാടി, എന്നിട്ടോ പെട്ടെന്ന് നമ്മൾ പൂച്ചകൾ ഇങ്ങനെ വോളിലോട്ട് കയറുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നായ്ക്കുട്ടികൾ കയറുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ സ്മോൾ ലൈറ്റ് സ്റ്റെപ്സ് ഉപയോഗിച്ച് ഓടുന്നതിനെയാണ് സ്കാമ്പേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാലോ? ബാക്ക് യാർഡ് അല്ലെ, ട്രെവറുടെ വീട്ടിന്റെ ബാക്ക് യാർഡ് പുറകുവശം എൻക്ലോസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ്ഡ് ഓൺ ഓൾ സൈഡ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ ചുറ്റും വാൾസ് ഉണ്ടായിരുന്നു, എൻക്ലോസ്ഡ് ആയിരുന്നു, ക്ലോസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ പറഞ്ഞു ഫൂഫിക്ക് മറ്റൊരു വീട്ടിൽ അല്ലെ, ഫൂഫി പോകുന്ന സമയത്ത് ഒരിക്കലും മെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല, ഫൂഫിക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഫൂഫി വാസ് ലിവിങ് ഇറ്റ്സ് ലൈഫ് ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ്. ഓക്കെ, ഈ മെലീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവിങ് എ ബാഡ് ഓർ ഹാംഫുൾ ഇന്റൻഷൻ. ഓക്കെ, അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്തണം എന്നുള്ള രീതിക്കുള്ള ഒരു ഇന്റൻഷൻ നമുക്കുണ്ടെങ്കിൽ അത് മെലീഷ്യസ് ആണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഇന്റൻഷൻ ഇല്ലേ, അതിനെയാണ് മെലീഷ്യസ് എന്നുള്ള രീതിക്ക് പറയുന്നത്. ഓക്കെ, ഇനി ബിട്രേഡ് എന്ന് പറഞ്ഞാലോ? ഹാവിങ് സംവൺ ബ്രേക്ക് യുവർ ട്രസ്റ്റ് അല്ലെ, ചീറ്റ് ചെയ്യുക, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുക, അതിനെയാണ് ബിട്രേഡ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഇനി കോൺഫ്രണ്ടഡ് എന്ന് പറഞ്ഞാലോ നമ്മൾ മുഖാമുഖം കാണുക അല്ലെ, അതായത് നേരിടുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, അതിനെയാണ് കോൺഫ്രണ്ടഡ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫേസ്ഡ് സംവൺ ഡയറക്ട്ലി ടു ക്വസ്റ്റ്യൻ ഓർ ചാലഞ്ച് ദെം. ഓക്കെ, ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ ആളെ ചാലഞ്ച് ചെയ്യുന്നതിനായിട്ട് നമ്മൾ നേരിട്ടവരെ കാണൂലേ, അതിനെയാണ് കോൺഫ്രണ്ടഡ് എന്ന് പറയാം. ഓക്കെ, നേരിടുക. ഇനി ബഡ്ജിങ് എന്ന് പറഞ്ഞാലോ മൂവിങ് സ്ലൈറ്റ്ലി ഓർ ചേഞ്ചിങ് വൺസ് പൊസിഷൻ ഓർ ഒപ്പീനിയൻ അല്ലെ. നമ്മൾ കണ്ടു ഫൂഫീനെ തിരിച്ചു കിട്ടുന്നതിനായിട്ട് നമ്മുടെ ട്രെവറും അമ്മയും കൂടിയിട്ട് ആ കുട്ടിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അല്ലെ. അവിടെ അമ്മയോട്, ആ കുട്ടിയുടെ അമ്മയോട് ഇങ്ങനെ ഫൂഫി തങ്ങളുടേതാണെന്നൊക്കെ പറയുമ്പം ഷി വാസ് നോട്ട് റെഡി ടു ബഡ്ജ്, ഷി വാസ് നോട്ട് റെഡി ടു ചേഞ്ച് ഹെർ ഒപ്പീനിയൻ, ചേഞ്ച് ഹെർ പൊസിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബഡ്ജിങ് മീൻസ് മൂവിങ് സ്ലൈറ്റ്ലി, ചെറുതായിട്ടുള്ള മാറ്റം. ഓക്കെ, ചേഞ്ചിങ് വൺസ് പൊസിഷൻ ഓർ ഒപ്പീനിയൻ. ഓക്കെ, ഒരാളുടെ അഭിപ്രായം മാറ്റുക, പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് മാറ്റുക, ഓക്കെ, ചെറുതായിട്ട് മൂവ് ചെയ്യുക, ഇതിനെയാണ് ബഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റാസ്കൽ എന്ന് പറഞ്ഞാലോ നമ്മൾ വളരെ പ്ലേഫുൾ ആയിട്ട് അല്ലെ, ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പറയാറില്ലേ റാസ്കൽ എന്ന്, അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ലൈക്ക് വളരെ മിസ്റ്റീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെ, ബാഡ് ഇന്റൻഷനോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയും നമ്മൾ റാസ്കൽ എന്ന് പറയാറുണ്ട് അല്ലെ. സോ എ മിസ്റ്റീവിയസ് ഓർ പ്ലേഫുള്ളി നോട്ടി പേഴ്സൺ, ഇവിടെ നമ്മുടെ പെറ്റിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റൈറ്റ്, ഇനി ആരെയാ നമ്മൾ ബർഗ്ലർ എന്ന് പറയാം? ബർഗ്ലർ ഇസ് എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസ് ടു സ്റ്റീൽ. ഓക്കെ, ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടെയുള്ള സാധനങ്ങളെയൊക്കെ മോഷ്ടിക്കുന്ന ആളെയാണ് നമ്മൾ ബർഗ്ലർ എന്ന് പറയും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഈ നമ്മൾ കണ്ടു ഫൂഫി മരിക്കുന്നത് എങ്ങനെയാണ്. ഫൂഫി ലൈക്ക് ഒരു ബർഗ്ലർ ട്രെവറുടെ വീട്ടിൽ വരുന്നു. ഓക്കെ, അങ്ങനെ ആളെന്ത് ചെയ്യുന്നുണ്ട്, ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഗേറ്റ് വന്ന് ഫുഫിയുടെ മേലെ വന്ന് വീണിട്ടാണ് ഫുഫിയുടെ സ്പൈൻ ഒടിയുന്നതും അങ്ങനെ വെറ്റിനറി ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും അങ്ങനെ യുത്തനൈസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ആ ബർഗ്ലർ വരുന്നത് ആ കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമുക്ക് ഫൂഫി എന്നുള്ള ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. പോസ് ആൻഡ് പോണ്ടർ എന്നുള്ള ഭാഗത്ത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന മോഡൽ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതിൽ നമുക്ക് 4 ചോദ്യങ്ങളാണ് പോസ് ആൻഡ് പോണ്ടർ എന്നുള്ള ഭാഗത്ത് തന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ക്യാറ്റ്സ് വർ കിൽഡ് ആൻഡ് സംവൺ റോട്ട് ഹെക്സ് അല്ലെ, വിച്ച് ഓൺ ദ വാൾ. ഡു യു തിങ്ക് ദിസ് വാസ് കോസ്ഡ് ബൈ സൂപ്പർസ്റ്റിഷൻ, prejudice or both? ഓക്കെ, നമ്മൾ കണ്ടു അല്ലെ, ഈ 2 പൂച്ചക്കുട്ടികളെ, കറുത്ത പൂച്ചക്കുട്ടികളെ ആരൊക്കെയോ ചേർന്ന് കൊല്ലുന്നുണ്ട് അല്ലെ. എന്നിട്ട് ഈ ട്രെവറുടെ വീട്ടിന്റെ വോളില് ഹെക്സ് എന്ന് എഴുതി വെക്കുന്നുണ്ട് അല്ലെ. ഹെക്സ് എന്ന് പറഞ്ഞാൽ വിച്ചാണ് എന്ന് നമുക്ക് അറിയാം. അപ്പൊ ഈ ഒരു കാര്യം അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് കൊണ്ടാണോ, അന്ധവിശ്വാസം കൊണ്ടാണോ, അതോ prejudice എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻവിധി അല്ലെ, മുൻവിധി കാരണമാണോ? അപ്പൊ ഇത് രണ്ടും കാരണമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മോഡൽ ആൻസർ എന്ത് കൊടുക്കാം? ബോത്ത് ആണ് അല്ലെ, രണ്ടും വരുന്നുണ്ട്. സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫും വരുന്നുണ്ട്, prejudiceഉം വരുന്നുണ്ട്. അതെങ്ങനെയാണ്? സി ദ വേർഡ് ഹെക്സ്, അതായത് which written on wall shows clear superstition. ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ, ട്രെവറിന്റെ വീട്ടിന്റെ വോളില് ഹെക്സ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. അതൊരു അന്ധവിശ്വാസമാണ്. എന്ത് അന്ധവിശ്വാസമാണത്? ഇറ്റ് ഇസ് എ ഫോൾസ് ബിലീഫ് ലിങ്കിങ് ബ്ലാക്ക് കാറ്റ്സ് വിത്ത് വിച്ച് ക്രാഫ്റ്റ് അല്ലെ. അപ്പൊ ബ്ലാക്ക് കാറ്റ്സ്, കറുത്ത പൂച്ചകൾ മന്ത്രവാദവുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് എന്നുള്ള ഒരു തെറ്റായ വിശ്വാസത്തിന് പുറത്താണ് ഈ ആളുകൾ ഇങ്ങനെ എഴുതി വെക്കുന്നത് അല്ലെ. So it is a clear sign of superstition. Okay, but the act of targeting Trevor's family, who were black and had moved into a colored neighborhood, also reflects racial prejudice. അല്ലെ, അതായത് ഇത് ട്രെവറിന്റെ ഫാമിലിയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്നത് അല്ലെ. നമുക്കറിയാം ട്രെവറിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഫാമിലിയാണ് അല്ലെ, ആഫ്രിക്കൻസ് ആണ്. അവര് കളേർഡ് നെയ്ബർഹുഡിലോട്ട് മൂവ് ചെയ്തതാണ് അല്ലെ, ഈഡൻ പാർക്കിലോട്ട് മൂവ് ചെയ്തതാണ്. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു കളേർഡ് നെയ്ബർഹുഡിൽ വെച്ച് ഈ ഒരു ബ്ലാക്ക് ഫാമിലിക്ക് നേരെ ഉണ്ടാവുന്ന ടാർഗറ്റിംഗ്, ഈ ഒരു അറ്റാക്ക്, ഓക്കെ, അത് എന്തിനെയാണ് കാണിക്കുന്നത്? റേഷ്യൽ പ്രെജുഡിസിനെയാണ് കാണിക്കുന്നത് അല്ലെ. റൈറ്റ്. അപ്പം സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫും അതുപോലെ തന്നെ prejudiceഉം സാധാരണ ഒരുമിച്ച് പോകുന്ന ഒന്നാണ് അല്ലെ, often go together. Okay, unfounded beliefs are frequently used to justify discrimination against those seen as different അല്ലെ. നമ്മൾ നമ്മുടെ കോണ്ടെക്സ്റ്റില്
അല്ലാത്ത ആളുകൾ എന്ന് വിചാരിക്കുന്ന, അല്ലെ, ഒരു കളേർഡ് നെയ്ബർഹുഡിൽ ബ്ലാക്ക് ഫാമിലി എന്ന് പറയുന്നത് ഒരു ഔട്ട്കാസ്റ്റ് ആണ്, ശരിക്കും ഡിഫറെന്റ് ആയിട്ട് അവർ കാണുന്ന ഒരു ഫാമിലിയാണ്, അല്ലെ. അപ്പൊ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്കാണ്, അവരെ മാറ്റി നിർത്താനായിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ആക്ച്വലി ഈ അൺഫൗണ്ടഡ് ആയിട്ടുള്ള ബിലീഫ്സ്, അല്ലെ, ഇത്തരത്തിലുള്ള സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫിന്റെ ഭാഗവുമാണ്, പ്രജുഡിസിന്റെ ഭാഗവുമാണ് ഈ ഒരു ആക്ട് ഓഫ് കില്ലിംഗ് ദ കാറ്റ്സ് ആൻഡ് റൈറ്റിംഗ് ഹെക്സ് ഓൺ ദ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ദിസ് ക്ലിയർ? റൈറ്റ്, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഫൂഫി ആൻഡ് പാന്തർ ലവ്ഡ് ആൻഡ് ഹേറ്റഡ് ഈച്ച് അതർ. ഹാവ് യു സീൻ സച്ച് സ്ട്രേഞ്ച് ബിഹേവിയർ അമംഗ് ഹ്യൂമൻസ്? അല്ലെ, നമുക്ക് ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഫൂഫിയും പാന്തറും ഒരേ പോലെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ വെറുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു, അല്ലെ. ചില സമയത്ത് അവർ ഒന്നിച്ചാണ്, ചില സമയത്ത് അവർ ഫൈറ്റ് ചെയ്തു, അല്ലെ. അപ്പം ഇത്തരത്തിലുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ മനുഷ്യരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉറപ്പായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ, എസ്പെഷ്യലി അമംഗ് സിബ്ലിങ്സ്, അല്ലെ. സോ യെസ്, സച്ച് റിലേഷൻഷിപ്സ് ആർ വെരി കോമൺ അമംഗ് ഹ്യൂമൻസ്, അല്ലെ. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് മനുഷ്യന്മാർക്കിടയിലും വളരെ സാധാരണമാണ്, എസ്പെഷ്യലി അമംഗ് സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരങ്ങളാണ്, അല്ലെ. Now brothers and sisters often quarrel constantly but rush to protect each other from outsiders, അല്ലെ. നമ്മൾ കാണുന്നതാണ്, അല്ലെ, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവർ തമ്മിൽ ഇങ്ങനെ തല്ലുകൂടും, പക്ഷെ പുറത്തുനിന്നൊരു പ്രശ്നം വരുന്ന സമയത്ത് അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കും, അല്ലെ. സോ ദിസ് മിക്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡീപ് ലോയാലിറ്റി ഈസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ക്ലോസ് ഹ്യൂമൻ ബോണ്ടിങ്. ഓക്കെ, അപ്പം ഈ പറയുന്ന മിക്സ് ഓഫ് ക്വാറൽ, കോൺഫ്ലിക്റ്റ്, അതുപോലെ ഡീപ് ലോയാലിറ്റി, അല്ലെ, ആ ഒരു മിക്സ് ഓഫ് ലവ് ആൻഡ് ഹെയ്റ്റ്, അത് ക്ലോസ് ഹ്യൂമൻ ബോണ്ടിങ്ങിൽ, ക്ലോസ് ഹ്യൂമൻ റിലേഷൻഷിപ്സിൽ വളരെ നാച്ചുറൽ ആയിട്ട് കാണുന്ന ഒന്നാണ്. ഓക്കെ, so the key is that beneath the arguments lie genuine care for each other, അല്ലെ. എത്ര തന്നെ തല്ലുകൂടിയാലും അതിനൊക്കെ ഉപരിയായിട്ട് അവർക്ക് അവരുടെ ഇടയിൽ, അല്ലെ, ആ ഹ്യൂമൻ ഒരു ക്ലോസ് ഹ്യൂമൻ ബോണ്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ജെന്വിൻ കെയർ ഫോർ ഈച്ച് അതർ ആണ്, അല്ലെ. ദേ ഷോ ജെന്വിൻ കെയർ ആൻഡ് ലവ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. Trevor says a dog is like a bicycle but with emotions. What does he mean by this? Okay, അപ്പം ട്രെവർ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്, അല്ലെ, ഡോഗ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഒരു ബൈസൈക്കിൾ പോലെയാണ്, പക്ഷെ ഒരു ഡിഫറൻസ് എന്താണ് അവിടെ? അതിന് ഇമോഷൻസ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതുകൊണ്ട് എന്താണ് ട്രെവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചോദ്യം. സോ ട്രെവർ കമ്പയർസ് എ ഡോഗ് ടു എ ബൈസൈക്കിൾ ബിക്കോസ് ബോത്ത് ഗിവ് എ ചൈൽഡ് ഇൻഡിപെൻഡൻസ്, ജോയ് ആൻഡ് എ സെൻസ് ഓഫ് കമ്പാനിയൻഷിപ്പ്, അല്ലെ. ഇത് ബൈസൈക്കിൾ ആണെങ്കിലും ഒരു ഡോഗ് ആണെങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇൻഡിപെൻഡൻസ്, അല്ലെ, ഫ്രീഡം, അതുപോലെ സന്തോഷം, ഒരു സെൻസ് ഓഫ് കമ്പാനിയൻഷിപ്പ്, ഒരു കൂട്ട്, അല്ലെ, അതൊക്കെ ആയി മാറുന്നത് എന്താണ്? ഒരു ഡോഗിനും അതുപോലെ തന്നെ ബൈസൈക്കിളിനും സാധിക്കും. ഓക്കെ, ആ ബൈസൈക്കിൾ ടേക്സ് യു പ്ലേസസ് ആൻഡ് മേക്സ് യു ഹാപ്പി, അല്ലെ. ഒരു ബൈസൈക്കിൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ബൈസൈക്കിളിൽ പല സ്ഥലത്തും പോകാനായിട്ട് സാധിക്കും, അല്ലെ, നമ്മളെ സന്തോഷപ്പെടുത്താനായിട്ട് ബൈസൈക്കിളിന് സാധിക്കും. ബട്ട് ഇറ്റ് ഹാസ് നോ ഫീലിങ്സ്, അല്ലെ. പക്ഷെ അതിനില്ലാത്തത് എന്താണ്? ഫീലിങ്സ് ഇല്ല, അല്ലെ, ഇമോഷൻസ് ഇല്ല. ഇനി ഡോഗിന്റെ കേസിലാണെങ്കിലോ, ആ ഡോഗ് ഡസ് ഓൾ ഓഫ് ദാറ്റ് ആൻഡ് മോർ, അല്ലെ. ഡോഗ് നമ്മളെ പല പ്ലേസസിലോട്ടും കൊണ്ടുപോകും, അല്ലെ, നമ്മളെ സന്തോഷിപ്പിക്കും, അതുപോലെ അതിന് ഫീലിങ്സും ഉണ്ട്. അത് മാത്രമല്ല, ഇറ്റ് ലവ്സ് യു, അല്ലെ, അത് നമ്മളെ സ്നേഹിക്കും, സെൻസസ് യു മൂഡ്, അല്ലെ, നമ്മുടെ മൂഡ് അനുസരിച്ച് പ്രവർത്തിക്കും, അല്ലെ, ആൻഡ് ഫോംസ് എ ഡീപ്പ് ഇമോഷണൽ ബോണ്ട്, അല്ലെ, നമ്മളുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് അത് ഉണ്ടാക്കും. Okay, so the humor in the comparison comes from pairing a machine with a living creature, അല്ലെ. ബൈസൈക്കിൾ എന്ന് പറയുന്ന ഒരു മെഷീൻ ആണ്, ഇനി ഡോഗ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ക്രീച്ചർ ആണ്, അല്ലെ. അപ്പൊ ഒരു മെഷീനെ ഒരു ലിവിങ് ക്രീച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്നിടത്താണ് ഇതിന്റെ ആ ഒരു ഹ്യൂമർ കിടക്കുന്നത്, അല്ലെ. ആൻഡ് ഇറ്റ് ഷോസ് ഹൗ ഡീപ്ലി ട്രെവർ വാല്യൂഡ് ഫൂഫി, അല്ലെ. ഇത് ഫൂഫിനെ എത്രമാത്രം ട്രെവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് നമുക്ക് തരുന്നത്. ഓക്കെ, റൈറ്റ്. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് 2, ക്വസ്റ്റ്യൻ 2. Where do you think Fufi was going every day and why? Okay, ഫുഫി എവിടേക്കായിരിക്കും ഓരോ ദിവസവും പോയിട്ടുണ്ടാവുക? അതെന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. നമ്മളത് സ്റ്റോറി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എവിടേക്കായിരുന്നു ഫൂഫി പോകുന്നുണ്ടായിരുന്നത്. ഫൂഫി വാസ് സീക്രട്ട്ലി വിസിറ്റിംഗ് ആനദർ ഫാമിലി ഇൻ ദ നെയ്ബർഹുഡ് വേർ ഷീ ഹാഡ് ഫൗണ്ട് എ സെക്കൻഡ് ഹോം, അല്ലെ. അപ്പൊ ഫൂഫി ആ നെയ്ബർഹുഡിലുള്ള മറ്റൊരു ഫാമിലിയെ വിസിറ്റ് ചെയ്യുമായിരുന്നു, അല്ലെ. ആൻഡ് ആൾക്കതൊരു സെക്കൻഡ് ഹോം ആയിരുന്നു, അല്ലെ. ട്രെവറിന്റെ ഹോം ഫസ്റ്റ് ഹോമും ആ ഒരു ഹോം സെക്കൻഡ് ഹോം എന്നുള്ള രീതിക്കുമായിരുന്നു ഫൂഫിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, സിൻസ് ഷീ വാസ് ഡെഫ് ഷീ കുഡ് നോട്ട് ഹിയർ ട്രെവർ കോളിംഗ് ഹർ ബാക്ക്, അല്ലെ.
അപ്പം ഫൂഫി ഡെഫ് ആയതുകൊണ്ട് തന്നെ ഫൂഫിക്ക് ട്രെവർ തന്നെ തിരിച്ചു വിളിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെ, കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബീങ് എ ഡോഗ് ഷി ഹാഡ് നോ സെൻസ് ഓഫ് ലയാലിറ്റി ഓർ ബെട്രേയൽ, അല്ലെ. അപ്പോൾ ഒരു ഡോഗ് ആയതുകൊണ്ട് തന്നെ അതിന് ലയാലിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ ബെട്രേയൽ എന്താണെന്നോ, അല്ലെ, വിശ്വാസത എന്താണെന്നോ വിശ്വാസത ഇല്ലായ്മ എന്താണെന്നോ, അല്ലെ, ഒന്നും അതിന് അറിയുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ ഡോഗ് ആഫ്റ്റർ ഓൾ, അല്ലെ. സോ ഷീ സിംപ്ലി ഫോളോഡ് ഹെർ നാച്ചുറൽ ഇൻസ്റ്റിങ് ടു എക്സ്പ്ലോർ ആൻഡ് ഫോം ബോൺഡ്സ്, അല്ലെ. ഡോഗ്സിന്റെ നാച്ചുറൽ ഇൻസ്റ്റിങ് എന്താണ്? ലൈക്ക് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെ, പ്ലേസസ് ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് കാണുക, അതുപോലെ ബോൺഡ്സ് ഉണ്ടാക്കുക. അത് ഡോഗ്സിന്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ആണ്. ഓക്കെ, അപ്പൊ അത് സിംപ്ലി ഫോളോ ചെയ്യാണ് ആക്ച്വലി ഫൂഫി ചെയ്തത്. ഓക്കെ, ഷി വാസ്, ആസ് ട്രെവർ ലേറ്റർ അണ്ടർസ്റ്റുഡ്, ജസ്റ്റ് ലിവിങ് ഹെർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഓക്കെ, അപ്പോൾ ട്രെവറിന് പിന്നീട് മനസ്സിലായതുപോലെ ഫൂഫി വാസ് ആക്ച്വലി ജസ്റ്റ് ലിവിങ് ഹെർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്, അല്ലെ. ഫൂഫി തന്റെ ആ ഒരു ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ലെറ്റസ് പോണ്ട് എന്നുള്ള ഭാഗത്ത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. അതിന്റെ മോഡൽ ആൻസേഴ്സ് ആണ് നമ്മളിപ്പം കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് റീവിസിറ്റ് എന്നുള്ള ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളും അതുപോലെ ഒരു ക്വിക്ക് റീക്യാപ്പും അതുപോലെ ആക്ടിവിറ്റി സോണിൽ വരുന്ന ഭാഗങ്ങളും ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. Okay, so thank you so much for your patient listening. See you in the next class. Happy learning.